നല്ലൊരു ബിരിയാണി വെച്ചാലോ? ഞാൻ എൻ്റെ ഫ്രണ്ടിന് വെച്ച് കൊടുത്തതാണ്. നല്ല ബിരിയാണിയായിരുന്നു. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. ആദ്യം നമുക്ക് ജീരകശാല റൈസ് നന്നായിട്ട് കഴുകി ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. ഇനി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചെടുക്കണം. ബിരിയാണി പോട്ടിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായപ്പം ഈ ഒരു ചതച്ച് വെച്ചിട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് ഒരു വലിയ സബോള ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇത്രയും ഇട്ട് കൊടുക്കണം പൊടികളായിട്ട്. വേറെ ഒന്നും ഇടല്ലേ. തക്കാളി അരിഞ്ഞതും മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും ചിക്കൻ കഴുകിയതും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി പൊരിച്ച് വെച്ച സബോള ഇതാണ് ഈ ഒരു ബിരിയാണിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. ഒരു 3 എണ്ണം പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. എരിവ് കുറവായതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. ഇനി റൈസ് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. നെയ്യും ഓയിലും ഒഴിച്ച് കൊടുത്ത് കുറച്ച് മസാലകളും ഒരല്പം സവോള അരിഞ്ഞതും കറിവേപ്പിലേക്ക് ഇട്ട് അരി അതിലേക്ക് ഇട്ടിട്ട് വേണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് നാരങ്ങാനീരും ഉപ്പും കൂടി ഇട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഫുൾ റെസിപ്പി വേണമെങ്കിൽ ഈ ഒരു റീൽ DM ചെയ്ത് തന്നാൽ ഞാൻ റെസിപ്പി ഫുള്ള് ഷെയർ ചെയ്ത് തരാവേ. എന്നിട്ട് മസാല ഒന്ന് റെഡിയായി കഴിഞ്ഞിട്ട് വെന്തതിന് ശേഷം നമുക്ക് മുകളിലായിട്ട് ഈ ചോറ് വേവിച്ചതും കൂടി ഇട്ട് ഇതുപോലെ നെയ്യൊക്കെ ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളത്തിൽ കലക്കിയതൊക്കെ ഒഴിച്ച് ദം ചെയ്തെടുക്കാം. ഫുൾ റെസിപ്പി കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും കേട്ടോ. ഇത് ചെറിയ റീലല്ലേ, ഞാൻ എങ്ങനെ ഇത് മൊത്തത്തിൽ പറഞ്ഞൊപ്പിച്ച് തരാനാ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി ഈ ബിരിയാണി. ഒരുപാട് വർഷങ്ങൾ കൂടിയിട്ട് എൻ്റെ കൂട്ടുകാരി എന്നെ കാണാൻ വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തതാണ്. ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ.